ഒന്നേ കണ്ടുള്ളൂ. കുന്നത്തെ കൊന്ന പൂത്ത പോലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാ. എന്തൊരു ചന്തവാ. അയ്യോ, പൊന്നിന്റെ നിറം, തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം. ഏഴഴകെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കണ്ടു, ഇന്ന് കണ്ടു. മതി മതി, എനിക്ക് കഞ്ഞി മതി. പറഞ്ഞേ നിങ്ങൾ ശരിക്കും നേരിട്ട് കണ്ടോ? കണ്ടോന്ന് കൺകുളിരെ ഇനി ദിവസം കാണാം. തൊട്ടടുത്ത വീടല്ലേ. എനിക്കും കഞ്ഞി വേണ്ട, വയറ് നിറഞ്ഞു. ഈ മനീഷ കൊഴിയാളേക്കാൾ ഭംഗിയുണ്ടോ? കൊഴിയാളെയും മത്തിയൊന്നും അല്ലട ചക്ക. മനീഷി കൊയിരാളി, ഡബിൾ കബാഡിയ, പൂജാവട്ട്, ഇങ്ങനെയൊക്കെയാ ഹിന്ദി അറിയണം, ഹിന്ദി. ഓ, എനിക്ക് മഞ്ജു വാര്യർ മതി. ഇവിടെ വലിയൊരു സംസാരിക്കുമ്പോഴാ അവന്റെ ഒരു മഞ്ജു വാര്യര്. ഈ യമുന റാണി എല്ലാരും കടത്തി വെട്ടും. നേരാ, ഇന്നാള് ഞാനൊരു പടം കണ്ടു. ഒറ്റയ്ക്ക് പടം കാണാൻ പോയോ? പടം എന്ന് പറഞ്ഞ പോസ്റ്റർ, വാൾ പോസ്റ്റർ. എന്തിനാ അനന്തവല്ലി സിനിമ കാണുന്നത്? എന്തായാലും യമുന റാണി തൊട്ട അയൽവക്കത്തല്ലേ, ഒരു ഔചിത്യം വേണ്ടേ? അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഒരു സഹായത്തിന് ഒന്നും അന്വേഷിച്ചാലോ? അതൊന്നും വേണ്ട. വേണ്ടേ? അതൊന്നും വേണ്ടി വരില്ല. അതിനെ അനിയൻ കുട്ടിയുണ്ട്, അവനാ അവിടുത്തെ കാര്യങ്ങളൊക്കെ. ആ, അവനിപ്പോ നിലത്തൊന്നും അല്ല. എന്നാ നിലത്ത് ഇറക്കണം. അവൻ എന്താ കാര്യം? വിഷമിക്കണ്ടേട്ടാ, തൊട്ടടുത്ത് യോഗ്യന്മാരായ കുടുംബക്കാർ താമസിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ചേട്ടന്മാരുടെ വർത്താനം കേട്ടതൊന്നും അവരോട് സ്ഥിരതാമസാക്കാൻ പോകണമെന്ന്. യമുന റാണിയുടെ കാര്യം സിനിമാക്കാർ നോക്കിക്കോളൂ. അങ്ങനെ നീ പറയരുത്. ചില മര്യാദകളൊക്കെ ഉണ്ട്. മദ്രാസിൽ നിന്ന് ഒരു പെൺകുട്ടി വന്ന് ഒറ്റയ്ക്ക് നമ്മുടെ തൊട്ട അയൽവക്കത്ത് താമസിക്കുമ്പോ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ശരിയാ, ഇനി ഇപ്പൊ എന്താ ചെയ്യാ? ലേശം ചമ്മന്തി തരിക, എന്നാ ഈ കഞ്ഞൂടി അങ്ങോട്ട് പൂർത്തിയാക്കായിരുന്നു. കൊറേ നേരമായാലോടാ യമുന യമുന എന്ന് പറയാൻ തുടങ്ങിയിട്ട്. യമുനാ നദി അതങ്ങ് ഉത്തർപ്രദേശത്തിലാ, ചെന്നെത്താൻ കഴിയാത്തത്ര ദൂരത്തില്. നമ്മുടെ തൊട്ടടുത്ത് തെളിനീരുള്ള ഭാരതപ്പുഴയും പമ്പയും പെരിയാറൊക്കെ ഉള്ളപ്പോ യമുനെ തന്നെ കുളിക്കണമെന്ന് എന്താ അത്ര നിർബന്ധം?